ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്ക്യൂ യൂട്യൂബ് ചാനൽ. നമ്മുടെ MLSP-യുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളുടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എടുക്കാം. അപ്പൊ കോഴിക്കോടിന്റെ റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏകദേശം ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ റാങ്ക് നമ്പർ, രജിസ്റ്റർ നമ്പർ, ആപ്ലിക്കേഷൻ ID, റോൾ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 324 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കോഴിക്കോട്. ഇപ്പൊ NHM ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റിസർവ്സ് ഓൾ റൈറ്റ്സ് ടു ക്യാൻസൽ ദ റാങ്ക് ലിസ്റ്റ്. ദിസ് റാങ്ക് ലിസ്റ്റ് വിൽ ബി വാലിഡ് അണ്ടിൽ ഓൾ പൊസിഷൻസ് ഫോർ വിച്ച് കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ്സ് ആർ അഡ്വർടൈസ്ഡ് ആർ ഫിൽഡ് ഓർ അണ്ടിൽ എ ഫ്രഷ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയുന്നത്. അതായത് വേക്കൻസി ആയി കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകും. അപ്പൊ അതിന് 324 പേരെയും ജോലിക്ക് എടുക്കണമെന്നില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അത് കൂടാതെ തന്നെ ഈ ഒരു തൃശ്ശൂരിന്റെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഏകദേശം എത്ര പേരെയാണ് 302 പേരെ തൃശ്ശൂരിന്റെ റാങ്ക് ലിസ്റ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് റാങ്ക് ലിസ്റ്റുമാണ് ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കിയിട്ട് അത് വായിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ വൈവ പല ജില്ലകളിലെയും ഇനി നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന് കഴിഞ്ഞതിന് ശേഷം ഓരോ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് മുകളിലുള്ള റാങ്ക് ലിസ്റ്റിന് മുകളിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ളവരെയൊക്കെ ജോബിന് വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ എല്ലാവരെയും റാങ്ക് ലിസ്റ്റിൽ ഈ ജോലിക്ക് വിളിക്കാനുള്ള സാധ്യതയില്ല. ഡിപ്പെൻഡ്സ് ഓൺ വേക്കൻസിയാണ്. ഇനി ആ സമയത്ത് വേക്കൻസി കൂടുതൽ വന്നാൽ ഒരുപക്ഷെ എല്ലാവരെയും വിളിക്കാനുള്ള ചാൻസും ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും അവസാന റാങ്കുകളിൽ ഉള്ളവരെ ഒന്നും വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്തൊരു വേക്കൻസിയുടെ കാര്യം പറയാനുള്ളത്, ഈ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ജോബിന്റെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പൊ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് തൊഴിൽ വീതിയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. കേരളത്തിലെ 316 സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കനിവ് 108 ആംബുലൻസ് പദ്ധതിയിൽ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് മുഖേന 100 നേഴ്സുമാർക്ക് അവസരമുണ്ട്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ EMD തസ്തികയിലാണ് നിയമനം. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് പ്ലസ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് യോഗ്യത. അതായത് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. പ്രായപരിധി 40 വയസ്സാണ്. 24,000 പ്ലസ് CTC. കമ്പനി അലവൻസും കൂടെ കൂടി 24,000 കൂടെ കമ്പനി അലവൻസും കൂടെ അതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. അപേക്ഷകൾ വാട്സപ്പ് അയച്ചാൽ മതി. ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിലേക്ക് വാട്സപ്പ് അവർ അയക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമെയിൽ കൊടുത്തിട്ടില്ല, വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിലേക്ക്. അപ്പൊ ഈ ഒരു ജോബിനെ കുറിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കമന്റ് മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ജോബ് എന്ന് പറഞ്ഞാൽ 24 അവേഴ്സ് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോബ് ആകാനാണ് സാധ്യത. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പേഷ്യൻസിനെ കൊണ്ട് റെഫർ ചെയ്ത് പോവുക, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പേഷ്യൻസ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ നിങ്ങൾക്ക് BLS ACLS അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ നല്ലതാണ്. BLSന്റെ ആ ഒരു ബേസിക് ലൈഫ് കെയർ സപ്പോർട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ അതിന്റെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആ ഒരു CPR കൊടുക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സൈറ്റിൽ നിന്നും എമർജൻസി കേസിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള നിങ്ങൾക്കൊരു വളരെ ഒരു സേവന മനോഭാവമുള്ള ഒരു ജോലി തന്നെയാണിത്. ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ്, കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി, അതുപോലെ നിങ്ങളുടെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർ അതിനെ കുറിച്ച് വീണ്ടും പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻ, സ്റ്റഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും, നഴ്സിംഗ്, പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.